ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയുമുണ്ടാകും. ക്രിസ്തുവിൻ്റെ വിചാരണയും കുരിശുമരണവും വിവരിക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ വായന പള്ളികളിൽ നടക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ടുണ്ട്. മലയാറ്റൂർ, കുരിശുമുടി ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശും ചുമന്ന് മലകയറുന്നത്. ഡാൻ കുര്യൻ പാളയം പള്ളിയിൽ നിന്ന് ചേരുന്നു. ഒപ്പം ഡാനി പോളും കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ഡാനിയിലേക്ക്, കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. ഡാനി, അവിടെ വിശ്വാസികൾ രാവിലെ മുതൽ പള്ളികളിലേക്ക് എത്തുന്നുണ്ട്. പ്രാർത്ഥനകൾ, ചടങ്ങുകൾ അതെങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിത്ത്, ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. വലിയ നോമ്പ്, അതായത് ചാരം കുറിച്ച് നെറ്റിയിൽ തൊട്ടുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു ദിവസം മുതൽ ഇന്നിപ്പോൾ ദുഃഖവെള്ളിയിലേക്ക് എത്തുമ്പോൾ ഈ ദിവസത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. ക്രിസ്തുദേവൻ്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ദുഃഖവെള്ളി ആചരണം നടക്കുന്നത്. വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ദുഃഖവെള്ളി ആചരണത്തിൻ്റെ ഭാഗമായുള്ള ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥന അത് നടക്കുകയാണ്. കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് ക്രിസ്തുദേവൻ ഗാഗുൽത്താമലയിലേക്ക് കുരിശും എടുത്തുകൊണ്ട് പീഡാനുഭവങ്ങൾ ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു സ്മരണ പുതുക്കലാണ് ക്രൈസ്തവർക്ക് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ ഒരു ദിവസമായി കരുതുന്ന, വിശ്വാസ ജീവിതത്തിൽ കരുതുന്ന, ചേർത്ത് വയ്ക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി ആചരണം എന്നെല്ലാം പറയുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഇതോടനുബന്ധിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ആരാധന നടക്കുകയാണ് നമ്മൾ കാണുന്നത്. കൊച്ചിയിലെ ഒരു ദേവാലയത്തിൽ, കലൂർ സെൻറ്റ് ഫ്രാൻസിസ് ആ ദേവാലയത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. വിവിധ ഇടങ്ങളിൽ 14ഓളം സ്ഥലങ്ങളിൽ ക്രിസ്തുദേവൻ്റെ ആ പീഡാനുഭവ സ്മരണകൾ പുതുക്കുന്ന ഇടങ്ങളായി പ്രത്യേക പ്രാർത്ഥനകൾ 14 ഇടങ്ങളിൽ നടക്കുന്നു. അങ്ങനെ തിരിച്ച ദേവാലയങ്ങളിൽ അത് പ്രാർത്ഥന, ഈ കുരിശിന് വഴി പരിഹാര പ്രദക്ഷിണം എന്ന് പറയുന്ന ആ പ്രാർത്ഥന അത് സമാപിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് രാവിലെയുള്ള ആ കുരിശിൻ്റെ വഴി ആരാധനയുടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. വൈകിട്ട് അതോടൊപ്പം തന്നെ ക്രിസ്തുദേവൻ്റെ പീഡാനുഭവങ്ങൾ അത് വിവരിച്ചുകൊണ്ടുള്ള ആ ബൈബിൾ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഓർമ്മ പുതുക്കൽ അത് ഉണ്ടാകുക. അതിനുശേഷം നഗരി കാണിക്കൽ അടക്കം, അതായത് ക്രിസ്തുദേവൻ്റെ ഒരു അടക്കപ്പെടുന്ന പ്രതീകാത്മകമായ രീതിയിലുള്ള രൂപം അടക്കപ്പെടുന്ന രീതിയിൽ കബറടക്ക ചടങ്ങുകളടക്കം നടക്കും. ഈ രീതിയിലാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളടക്കം നടക്കുന്നത്. മലയാറ്റൂർ മല കേന്ദ്രീകരിച്ചാണ് ഈ ദിവസത്തെ കൂടുതൽ വിശ്വാസികൾ മല ചവിട്ടാനായിട്ട് എത്തുന്നത്. മരക്കുരിശുകൾ ഏന്തിക്കൊണ്ട് അവിടേക്കുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ യാത്ര കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ തീക്ഷ്ണമാകുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ദിവസം കൂടിയാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. വലിയ നോമ്പിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്ന ദിവസങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പെസഹ ആചരിച്ചു. ക്രിസ്തുദേവൻ്റെ അന്ത്യ അത്താഴ സ്മരണ എന്നതും അതോടൊപ്പം തന്നെ കുർബാന സ്ഥാപിച്ച ആ ദിവസവുമെല്ലാമായിട്ടാണ് ഇത് പെസഹ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ കുരിശിൻ്റെ വഴി ദുഃഖവെള്ളി ആചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ദേവാലയങ്ങളിലുള്ള കുരിശിൻ്റെ വഴി ആരാധനയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നഗരത്തിലെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ പരിസരത്തുള്ള ഭൂരിഭാഗം ദേവാലയങ്ങളിലും ഇതുപോലെ തന്നെയുള്ള കുരിശിൻ്റെ വഴി ആരാധനകൾ നടക്കുകയാണ്. രഞ്ജിത്ത്, കുരിശിൻ്റെ വഴിയിലാണ് വിശ്വാസികൾ. കലൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥനയിലാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണകളിൽ പ്രാർത്ഥിച്ച് വിശ്വാസികൾ ആത്മനിർവൃതി കൊള്ളുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് ഉണ്ട്. തിരുവനന്തപുരത്തും ഡാന് നിരവധി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും അശാന്തി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ വളരെ പ്രസക്തമായ ഒരു ദിവസം കൂടിയാണ്. പ്രാർത്ഥനകളിലൂടെ വിശ്വാസികൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസം കൂടിയാണ്.
ക്രിസ്തുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ക്രൈസ്തവർ ഇന്ന് ദുഃഖ വെള്ളിയായി ആചരിക്കുന്നത്. രാവിലെ 6:45 പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബെസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട ആമുഖ സന്ദേശം നൽകുകയാണ്. അതിന് പിന്നാലെ ഇവിടെ നിന്ന് വിശ്വാസികൾ പങ്കെടുക്കുന്ന നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന സംയുക്ത കുരിശിന്റെ വഴി നടക്കും. അത് പിന്നീട് ഈ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിലാണ് സമാപിക്കുന്നത്. അവിടെ വെച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് തോമസ് തറയിലായിരിക്കും സമാപന സന്ദേശം നൽകുക. നൂറുകണക്കിന് വിശ്വാസികളാണ് സമീപ പ്രദേശങ്ങളിലെ ദേവാലയങ്ങളിൽ നടക്കും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന ഈ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള സംയുക്ത കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാളയത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം മുഖ്യ സന്ദേശം ഇപ്പോൾ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ പരമ്പരാഗത രീതിയിലാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഈ ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ചുള്ള കുരിശിന്റെ വഴിയും മറ്റ് ചടങ്ങുകളുമൊക്കെ നടക്കുക. അത്തരത്തിൽ മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം, അതായത് ഈ 50 നോമ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി ഈ ഒരു വാരം മുഴുവൻ അത് പീഡാനുഭവ വാരമാണ്. ഓരോ ദിവസവും ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ദുഃഖവെള്ളി. ക്രിസ്തുവിനെ കുരിശിലേറ്റുന്നതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഈ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള കുരിശിന്റെ വഴിയെ നടക്കാൻ ക്രൈസ്തവ സമൂഹം ഇവിടെ സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി ചടങ്ങുകൾ നടക്കുന്നു. വിശ്വാസികൾ പ്രാർത്ഥനയുമായി ഒത്തുകൂടുന്നു. ഡാൻ കുര്യനും ഡാനി പോളുമാണ് പീഡാനുഭവ സ്മരണകൾ അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ പ്രാർത്ഥനകൾ പങ്കുവച്ചത്.